പോത്തുണ്ടി ഇരട്ടക്കൊലയിൽ പ്രതിയായ ചിന്താമരയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. നാളെ വൈകിട്ട് 3 മണിവരെയാണ് പോലീസ് കസ്റ്റഡി. തെളിവെടുപ്പിനായി പ്രതിയെ ഉടൻ നെന്മാറയിലേക്ക് കൊണ്ടുപോകും. ഇക്ബാൽ അറക്കിൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ 2 ദിവസത്തെ കസ്റ്റഡി കോടതി നൽകിയിരിക്കുകയാണ്. അവിടെ നിന്നും എത്ര ദൂരമുണ്ട്, കോടതിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് നെന്മാറയിലേക്ക്? ഈ തെളിവെടുപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞോ? നിലവിൽ ഇപ്പോഴും കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വേണ്ടി ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 2 ദിവസത്തേക്കാണ് ഈ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുന്നത്. ഇന്നു മുതൽ നാളെ വൈകിട്ട് 3 മണിവരെയാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിടുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ചെന്താമരയെ ഈ ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നേരെ നെന്മാറയിൽ ഈ കൊലപാതകം നടന്നിട്ടുള്ള പോത്തുണ്ടിയിലെ ബോയൻ നഗറിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുക. കൊലപാതക പുനരാവിഷ്കരണം ഉൾപ്പെടെ ആ മേഖലയിൽ വെച്ച് നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ തെളിവുകൾ പോലീസിന് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ മേഖലയിലേക്കും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതി ഈ കൊലപാതകത്തിന് ആവശ്യമായിട്ടുള്ള ആയുധം നിർമ്മിച്ചിട്ടുള്ള എലവഞ്ചേരിയിലെ ഈ കത്തി നിർമ്മാണശാലയിലേക്ക് ഉൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഏതായാലും ഇപ്പോൾ അല്പസമയം ആലത്തൂർ കോടതി നേരെ പോത്തുണ്ടിയിലെ പ്രദേശവാസികളായിട്ടുള്ള ലക്ഷ്മിയെയും ചെന്താമര 8 മണി കോടതിയിൽ നിന്നും മറയിലേക്ക് കൊണ്ടുള്ള സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മണി മുതൽ 2 മണി വരെയായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ദൃശ്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കും. ആലത്തൂർ DYSP N മുരളീധരൻ, അതുപോലെ തന്നെ ആലത്തൂർ നെന്മാറ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ ആലത്തൂർ കോടതിയിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിയായിട്ടുള്ള ചെന്താമരയെ വൻ സുരക്ഷാ സന്നാഹത്തോടുകൂടി ആലത്തൂരിൽ നിന്നും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര പോലീസ് സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയുടെ ഭാഗമായി ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. വനിതകളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ, അതായത് നാട്ടുകാരായ വനിതകളുടെ ഭാഗത്തുനിന്നുൾപ്പെടെ വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ 100 കണക്കിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ മേഖലയിൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി 12 മണിയോടുകൂടി തന്നെ ചെന്താമരയെ ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നെന്മാറയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ചെന്താമരയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പോവുകയാണ് കോടതി. ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു പോലീസിന്. അല്പസമയത്തിനകം നെന്മാറയിലേക്ക് പ്രതിയെ കൊണ്ടുപോകും.